ഇത് ഞങ്ങളുടെ ഇപ്പോൾ പഴയ സിസ്റ്റം വരുന്ന സ്ഥലമാണ്. ഇതാണ് വേപ്പറൈസർ റൂം, ഞങ്ങളുടെ പഴയ സിസ്റ്റത്തിൻ്റെ. എന്നിട്ട് PRDP ഇത് പഴയ സിസ്റ്റമാണ്. ഇതെല്ലാം പിന്നെ ഇത് പൊളിച്ച് ഇപ്പോൾ ടാങ്ക് ഏരിയ മാറ്റിയതുകൊണ്ട് ചേഞ്ച് ആയതുകൊണ്ട് ഇതെല്ലാം പൊളിച്ച് ഇപ്പം അങ്ങടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് അപ്തൂർ ടവറിലേക്ക് പോണ ലൈനാണിത്. ഈ ലൈൻ വഴിയാണ് അപ്തൂർ ടവറിലേക്ക് പോകുന്നത്, ഗ്യാസ് പോണേ. കണ്ടോ, ഇതാണ് അപ്തൂർ ടവർ. ഇതിനകത്തേക്ക് പോണ ഗ്യാസ് ലൈനാണ് ഈ കാണിച്ചത്. ഇത് നമുക്കിപ്പോൾ അണ്ടർഗ്രൗണ്ട് ഇപ്പോൾ കുത്തിപ്പൊളിച്ച് ലൈൻ ഇട്ടേക്കനാണ് ഈ ഭാഗത്ത്. എല്ലാവരും കാണുന്നില്ലേ? ഇതിപ്പോൾ ടാങ്ക് ഏരിയയാണ്. ഈ ടാങ്ക് ഏരിയയിൽ ഇപ്പോൾ ലൈനിൻ്റെയും എല്ലാത്തിൻ്റെയും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് വർക്കുകളുണ്ട്. നമ്മുടെ അപ്തൂറിലെ ലാസ്റ്റ് വർക്ക് കഴിയാറായിട്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടി ബാലൻസ് ഉള്ളൂ. ഉണ്ടോ, എല്ലാ ലൈനിലൊക്കെ പെയിൻ്റ് അടിച്ച് ഈ ക്ലീൻസ് ലൈനും ഫില്ലിങ് ലൈനും പേപ്പർ ലൈനും എല്ലാത്തിലും ലൈനിലൊക്കെ പെയിൻ്റ് അടിച്ച് അങ്ങനെ സെറ്റാക്കി. ലിക്വിഡ് ലൈനിലാണ് ഈ ഓറഞ്ച് അടിച്ചേക്കണത്. പിന്നെ ഈ ഫില്ലിങ് ലൈനിൽ ഈ ലൈൻ പോണത് ഫില്ലിംഗ് ആണ്. പിന്നെ അത് ഫില്ല് ചെയ്യാനാണ്, അതിനകത്ത് ഓറഞ്ച് അടിച്ചിട്ടുണ്ട്. ഇനി അല്ലറ ചില്ലറ ചെറിയ ബാലൻസ് വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ടാങ്ക് ഏരിയയുടെ വർക്കപ്പം. ഇതൊരു കുറച്ച് നാളത്തെ ഞങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ വർക്ക് കഴിഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ ടാങ്ക് ഏരിയയിലെ വേപ്പറൈസർ റൂം. വലിയ സിസ്റ്റമാണ്, അത്യാവശ്യം വലിയൊരു സിസ്റ്റമാണ്. ഇതിനകത്ത് വേറെ 2 വേപ്പറൈസറും വെച്ചിട്ടുണ്ട്. ഇതൊരു വേപ്പറൈസറാണത്. ഇത് 2 വേപ്പറൈസറാണ്. പിന്നെ ഇത് മീറ്ററാണ്. അതിനകത്തൊരു കണക്ഷൻ എടുക്കാനുള്ളതാണ്. ഇത് ഈ വലുത് സോൺലോഡ് വാൽവാണ്, ഓട്ടോമാറ്റിക് ടൈപ്പ് സോൺലോഡ് വാൽവായിരുന്നു. നമ്മുടെ പഴയ സിസ്റ്റത്തിലുണ്ടായത് മാനുവൽ ടൈപ്പായിരുന്നു. അപ്പം എന്തെങ്കിലും ഗ്യാസ് ഷട്ട് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇപ്പം നമുക്കിത് ബുദ്ധിമുട്ടാണ്. ആൾ വന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ റീസെറ്റ് ആയിരിക്കുള്ളത്. പഴയ സിസ്റ്റം എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പഴയ സിസ്റ്റത്തിനകത്താണ് റീസെറ്റ് ടൈപ്പ് സോൺലോഡ് വാൽവ് ആണ്. അത് റീസെറ്റ് ടൈപ്പാണ്. ഇവിടെയാണിത് റീസെറ്റ് ചെയ്യേണ്ടത്. ഈ ഭാഗത്താണ് റീസെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടാങ്ക് ഏരിയയിലെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇതിപ്പോൾ ആ ടാങ്ക് ഏരിയയിൽ നിന്ന് ഇതിൻ്റെ ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോയേക്കുന്നത്. ഈ ഓറഞ്ച് പൈപ്പിലാണ് ഗ്യാസ് ഉള്ളത്. ഈ ലൈൻ വന്നേക്കണത് ആ ലൈൻ പോണത് ഈ ടവറിലേക്കാണ് പോണേ. പിന്നെ ഈ ലൈൻ ഇപ്പോൾ ഡെമ്മിട്ട് അടച്ച് വെച്ചേക്കാണ്. അതിപ്പോൾ ഈ ടവറിലേക്കാണ്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണുള്ളൂ, കഴിഞ്ഞിട്ടില്ല. കഴിയുമ്പോഴേക്കും നമ്മുടെ ലൈൻ അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കും. ഇങ്ങനെ ഡെമ്മിട്ട് അടച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാം, അഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇരുന്ന് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ പണ്ടത്തെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ വേപ്പറൈസർ റൂമും എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. അതിൻ്റെ
ചുമരാണ് ഈ കാണുന്നത്. ആ വർക്കിന് വേണ്ടിയാണ് അവിടെ ഒരുപാട് പൈപ്പും കാര്യങ്ങളും വെച്ചേക്കണത്.